സ്കൂൾ ഓപ്പണിംഗ് അല്ലേ ഇന്ന്. അപ്പം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ്. ദേ സേറയുടെ കുഞ്ഞു ബ്രദറും വരുന്നുണ്ട്. മക്കള് ഫുൾ എക്സൈറ്റ്മെന്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ദേ അവിടെ എത്തിയപ്പോൾ ഒന്ന് ഷോക്കായിട്ടുണ്ട്. അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൾസ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദേ കണ്ടില്ലേ, ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന കുഞ്ഞു മക്കളെയൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്കൂളിന്റെ ഫുൾ ടീം അവിടെ സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇനാഗ്രേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെ മക്കളെയൊക്കെ ക്ലാസ്സിലേക്ക് കയറ്റിയാണ്. ക്ലാസ് എവിടെയെന്ന് പറഞ്ഞു തരാനും അവരെ കൊണ്ട് ഇരുത്താനൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് ഒക്കെ അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ കയറിയപ്പോൾ നമ്മളെ സേറക്കുട്ടി ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ട്. 2 മാസത്തെ വെക്കേഷനും പുതിയ ടീച്ചറും ഒക്കെ അവളെ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആക്കിയിട്ടുണ്ട്. അവളെ ക്ലാസ് ടീച്ചർ അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പതുക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. സ്റ്റേജിൽ അപ്പോഴേക്കും നമ്മളെ ഗസ്റ്റുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നിരുന്നതും എനിക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടുതന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞു. പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ പരിപാടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ഇനാഗ്രേഷന് വേണ്ടിയിട്ട് പാലക്കാട് RTO ആയിട്ടുള്ള മുജീബ് സാറാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ മീറ്റിംഗിന്റെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ മോളുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ടുണ്ട്. കരച്ചിലൊക്കെ മാറിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പോയപ്പോൾ പിന്നെ ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിൽ അവളെ LKGയിൽ ഫസ്റ്റ് ഡേ ഇരുത്താൻ വേണ്ടി വന്നപ്പോൾ അവൾ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ന്യൂ അഡ്മിഷൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കരയുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. സ്വീറ്റ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഇയറിലെ ടീച്ചർ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. വരുന്ന വഴിക്ക് മിസ്സിനെ കാണണം എന്നായിരുന്നു അവൾ ആദ്യം എന്നോട് പറഞ്ഞത്. അതാണെങ്കിൽ കണ്ട വഴിക്ക് തന്നെ എടുത്ത് പൊക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ശരി, ബൈ.